600 ചില്ലാനും കുടുംബക്കാർ ഈ ഇടവപ്പള്ളിലുണ്ട്. ഇപ്പൊ എത്ര ഇടവക്കാരുണ്ട്? അപ്പൊ ഈ ഇടവേന്നാണ് 300ഓളം താഴത്തെ ഇടവേള, താഴത്തെ ഭൂസഭയിലേക്ക് പോയി. മൂലോട്ടത്തെ എലപ്പള്ളി അനൂരത്തെയും പോയി. അനൂരത്തെ ഇടവകയുടെ ഇവിടുത്തെ ഇടവകയുടെ ഭൂസഭയാണ് മൂലാറ്റത്തെയും അനൂരും. പിന്നെ കുറെ ജനം ജോലി കിട്ടിപ്പോയി. അതേ നമ്മൾ കുറച്ച് താഴെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിറച്ചിങ്ങനെ മൾബറി ഇങ്ങനെ കാഴ്ചയ്ക്കുന്ന കാഴ്ചയാണ് കേട്ടോ. നമുക്ക് നല്ല ചോര കളറിൽ. ഇത് ഇവിടുത്തെ ഒരു പഴയ ചായക്കടയാണ്. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ അറക്കുളം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പുത്തേട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാട്ടോ. ആ ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ തീരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ മണപ്പാടിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മണപ്പാടി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്ന വഴി മൂന്നുങ്കൽ വഴി കാഞ്ഞാറ്. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പുത്തേട് പോകുന്നത് കേട്ടോ. നല്ല ചൂടല്ലേ ദിലീപ് ബ്രോ? ഒരു രക്ഷയില്ല. ഇടുക്കിയിലെ ഏറ്റവും കൂടുതൽ ചൂടെന്ന് പറയാം. ശരിക്കും ചൂടല്ല, ഒരു എന്താ പറയുക, പുഴുങ്ങൽ അവസ്ഥയാ. ഇവിടത്തേക്ക് റബ്ബർ തോട്ടമൊക്കെ മൊത്തം കിട്ടിയിട്ട് റബ്ബർ തോട്ടമൊക്കെ വെട്ടി കളഞ്ഞു. അവിടെ തന്നെ ചൂട് കുറച്ചും കൂടെ കൂടും. നേരത്തെ നല്ല അടിപൊളി തണലായിരുന്നു. ഇതിലൊക്കെ മറ്റേ കാനാറിലോട്ട് ഒന്ന് കയറാൻ എന്നെ എളുപ്പമായിരുന്നു. ഇവിടെ മരമെല്ലാം വെട്ടിയാൽ ഒരു രക്ഷയില്ല, നല്ല ചൂടാ. കുറച്ചു പേര് വന്നപ്പോഴേക്കും നമുക്കൊരു പാറമടമാണ് കേട്ടോ. പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാറമടയാ. എനിക്ക് തോന്നുന്നു ഈ റോഡൊക്കെ പണിയാൻ വേണ്ടി ചെയ്തതായിരിക്കും അല്ലേ? റോഡ് പണിയാൻ വേണ്ടി വെട്ടിപ്പോയത്. സാധാരണ ഇങ്ങനെ വരണ്ടതല്ലോ, വിഷു ആകുമ്പോൾ ഇത് മൊത്തം കൊഴിഞ്ഞ് തീരണ്ടല്ലേ? അതെ അതെ, പക്ഷെ ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ആ മരത്തിന്റെ ആ രീതിയിലുള്ള സ്വന്തപ്പൂ ഉണ്ട്. അതായത് മൾബറിക്കായൊക്കെ ഉണ്ടായി. ഇപ്പൊ നമ്മൾ മണപ്പാടിയിൽ നിന്ന് കയറി വന്ന് ഈ കാണുന്ന ഈ വളവിന് പറഞ്ഞ പേരാണ് നാരക വളവ്. പണ്ട് ഈ വളവിന് പേര് കടുക്ക സിറ്റി എന്നൊരു പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ സിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ പേരിനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ നമുക്കൊരു പുളിമരമൊക്കെ കാണാം കേട്ടോ. പുളിമരം, പുളി അങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൂലമറ്റത്തിന്റെ ഒരു കാഴ്ച കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുറച്ച് താഴെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിറച്ചിങ്ങനെ മൾബറി ഇങ്ങനെ കാഴ്ചയ്ക്കുന്ന കാഴ്ചയാണ് കേട്ടോ. നമുക്ക് നല്ല ചോര കളറിൽ. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പയ്യനൊക്കെ ഉണ്ട് കേട്ടോ. മോനെ പേരെന്നാ? ജെറോൺ. ജെറോണൊക്കെ ഇവിടെ മൾബറിക്ക പറിച്ചോണ്ടിരിക്കുകയാണ്. പഴുത്തെന്ന് തോന്നുന്നല്ലേ? പഴുത്ത് വരുന്നുണ്ടേ. പഴുത്ത് കഴിയുമ്പോഴേക്കും അതിന്റെ കളറ് വേറൊരു കളറ്. അത് കാണിച്ചേ, പഴുത്ത് കഴിഞ്ഞ അതിന്റെ കളർ കണ്ടോ? ഇതുണ്ടോ? ഈ കാണുന്നതാണ് നന്നായിട്ട് പഴുത്ത മൾബറിക്ക. നാരകവളം എല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോവാട്ടോ. ഇവിടെയൊക്കെ നമുക്ക് വീടുകൾ കാണാം. ഇവിടെ ഒരു അങ്കണവാടി ഉണ്ട്. ഇനി അങ്ങോട്ട് കയറ്റോ. അപ്പൊ നമ്മള് മൂലമറ്റത്ത് നിന്ന് 4 കിലോമീറ്റർ പിന്നിട്ട് നമ്മളങ്ങനെ ഇല്ലിക്കവല എന്ന സ്ഥലത്തെത്തി കേട്ടോ. അപ്പൊ ഈ കാണുന്ന വഴി നമ്മൾ കാഞ്ഞാറിൽ നിന്ന് കയറി വരുന്ന വഴിയാണ്. കാഞ്ഞാറിൽ നിന്ന് വാവണ്ണ് പോകുന്ന റോഡാണിത്. വാവണ്ണ് ഇവിടെ നിന്ന് 19 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. ജയറാം അതുപോലെ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ നായകന്മാരാക്കി ജോഷി സാർ സംവിധാനം ചെയ്ത സലാം കാശ്മീരിന്റെ ഒരു കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തത് ഈ ഇല്ലിക്കവലയിലാട്ടോ. അപ്പൊ അതേ നമ്മള് കാഞ്ഞാറിൽ നിന്ന് വാവണ്ണ് പോകുന്ന വഴിയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ വഴിക്ക് വാവണ്ണ് പോകുന്നുണ്ട് അല്ലേ? നാളെ നല്ല തിരക്കായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ റോഡിന്റെ 2 സൈഡും നമുക്ക് ഒരുപാട് റബ്ബർ തോട്ടങ്ങൾ കാണാതെ. വീതിയില്ല വഴിക്ക് വീതിയില്ല. അതൊരു കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു വഴിയാണ്. വീതിയും കൂടെ എന്നാല് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാ. പക്ഷെ വീതി ഇല്ലാത്തത് കൊണ്ട് ഡേഞ്ചറാ. ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് ഒരു സൈഡ് അവക്കാടോ അങ്ങനെ ഒരുപാട് ഉള്ളൊരു ഫാമാണ്. ഈ ഫാമിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടോ കേട്ടോ. അതെ, ഇവിടെ ഒരു റെസ്റ്റ് കഫേ. നമുക്ക് ഈ വരുന്ന വഴിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം, ഫുഡ് കഴിക്കാനും ചെറിയ ചായ കുടിക്കാനൊക്കെയാണ് സ്ഥലം. ഇവിടെ വ്യൂ പോയിന്റ് കാണാവേ. നമ്മുടെ മൂലമറ്റത്തിന്റെ ഒരു മനോഹരമായ ഒരു കാഴ്ച മൂലം കാണാം. പുത്തേട് എത്തിയിരിക്കുകയാണേ. പുത്തേട് ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ ഒരു പഴയ രീതിയിലൊരു ചെറിയൊരു വീടൊക്കെ കാണാം. അപ്പം ഇവിടെ തൊട്ടാണ് നമ്മുടെ പുത്തേട് ടൗൺ ആരംഭിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇവിടെ നമുക്ക് ബോർഡ് കാണാം കേട്ടോ, പുത്തേട് എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ ഇവിടെ ആസ്ട്രോ ബാങ്കിൻ്റെ ഒരു കളക്ഷൻ സെൻ്റർ ഉണ്ട്, പിന്നെ ഒരു റേഷൻ കടയുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പുത്തേട് ടൗൺ കേട്ടോ. അപ്പം ഈ കാണുന്നത് ഇവിടുത്തെ കുറേ കടകളാണ്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ ഈ വഴിക്ക് വരുന്നുണ്ട്. കാരണം നാളെ വിഷു ഒക്കെ ആയതുകൊണ്ട് വാഗമണ് പോകാൻ എളുപ്പ വഴി ഇതായതുകൊണ്ടും ആൾക്കാർ ഈ വഴിക്കാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ പുത്തേട് ടൗണിൽ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് വലകെട്ടി പോകാം. വലകെട്ടി നമുക്ക് മായങ്കല്ല് അതുപോലെ ചൂട്ടുപാലക്കലൊക്കെ പോകാം. അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് കേട്ടോ, ചെറിയ കുരിശുപള്ളി. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് നമ്മൾ ഐക്കാർഡിലൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ ഈ കാണുന്ന വഴി നേരെ പോകുന്നത് വാഗമണ് പുള്ളിക്കാനം വഴി വാഗമണ് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളത് പുത്തേട് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നുമ്പോഴേക്കും ഇവിടെ ഒരു ചെറിയ ചായക്കട പോലെ ഒന്നും അതെ, ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ പുത്തേട് പഴയ പുത്തേടിനെ കുറിച്ച് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളോട് ഉണ്ടായിരിക്കും? ഇപ്പം പുത്തേടൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ലല്ലോ. ഇല്ലായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ 600 കുടുംബക്കാരുണ്ടായിരുന്നു ഈ പള്ളിയിൽ. അല്ലേ 600 600 ചില്ലാനും കുടുംബക്കാർ ഈ ഇടവപ്പള്ളിലുണ്ട്. ഇപ്പൊ എത്ര ഇടവക്കാരുണ്ട്? അപ്പൊ ഈ ഇടവേന്നാണ് 300ഓളം. താഴത്തെ ഇടവേള താഴത്തെ ഉപസഭയിലേക്ക് പോയി. മൂലോട്ടത്തെ എലപ്പള്ളി അനുവരത്തിയും പോയി. അനുവരത്തെ ഇടവകയുടെ ഇവിടുത്തെ ഇടവകയുടെ ഉപസഭയാണ് മൂലാട്ടത്തെയും അനൂരും. പിന്നെ കുറെ ജനം ജോലി കിട്ടിപ്പോയി. ഒരുപാട് പേര് ജോലി കിട്ടി 10,000 പേര് മരിച്ചും പോയിട്ടുണ്ട്. അല്ല അതാണ് ഇപ്പൊ ആളില്ല, ഇപ്പൊ 5-6 പേരേ ഉള്ളൂ ഇവിടെ. പൊടിപൊടിയായിട്ട് ഇങ്ങനെ മരണം തന്നെ. അങ്ങനെ ഈ ആൾക്കാർ കൂടുതൽ പോകാൻ കാരണം ജോലി കിട്ടിപ്പോയതാണോ? ജോലി കിട്ടിപ്പോയെന്ന് വെച്ചാൽ എല്ലാരും ഇങ്ങ് വന്നിട്ടില്ലല്ലോ. പെൻഷൻ പറ്റി അവിടെ സെറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ മലമുകളിൽ ആൾക്കാർ കുറവാ അല്ലേ? അങ്ങോട്ട് വനം മൊത്തം ഇപ്പൊ അറിയുന്ന വീടെല്ലാം പൊളിച്ചു കൊടുത്തു. അതല്ലേ, ചെറിയ ആൾക്കാർ മാത്രം കൊടുത്തു. ഭയങ്കര പള്ളക്കാടാ. ചേട്ടാ ഇങ്ങനെയുണ്ട് വിശേഷമൊക്കെ? വിശേഷം നല്ല വിശേഷം. നമ്മുടെ ഈ നാട്ടില് ബസ് സർവീസ് കുറവാണ്. നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ബസ്സൊന്നും ഇപ്പോൾ ഓടുന്നില്ല. ഒരു ബസ് മാത്രമേ ഉള്ളൂ? ഒരു ബസ്സുള്ളൂ. രാവിലെ കട്ടപ്പന എറണാകുളം രാവിലെയും വൈകുന്നേരം ഓരോ ട്രിപ്പ്. നേരത്തെ മൂലോടത്ത് ഇങ്ങോട്ട് ബസ്സില്ലായിരുന്നു? മൂലോടത്ത് ബസ് ഉണ്ടായിരുന്നു, അത് ഇടക്കാലം കൊണ്ട് നിന്നുപോയി. പിന്നെ ആരും അതിനകത്ത് പറ്റി ഉത്സാഹിച്ചില്ല. ആൾക്കാർക്ക് പറഞ്ഞെങ്കിൽ ആൾക്കാർക്ക് ഇപ്പൊ ഇത് ഈ ട്രിപ്പ് വണ്ടി ഉണ്ട്, പിന്നെ ഓട്ടോറിക്ഷ വണ്ടി അങ്ങനെ വണ്ടി കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ഇവിടെ ജനസംഖ്യ കൂടുതലാണോ? ജനസംഖ്യ പഴയ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. അധികം ആൾക്കാരൊന്നും ഇറങ്ങി പോയിട്ടില്ല. എങ്കിലും ആ സ്ഥലം കണ്ടുവാനുണ്ട്. പിന്നെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം പന്നിയുണ്ട്, മുണ്ടപന്നിയുണ്ട്, മറ്റുള്ള ചെറിയ ചെറിയ എല്ലാ മൃഗങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തൊരവസ്ഥ? ഒന്നും കിട്ടില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കപ്പവാട്ടിന്റെ സമയം കഴിഞ്ഞാൽ ആർക്കും വീട്ടിൽ പോകാൻ പോലെ സമയമില്ലായിരുന്നു. അങ്ങോട്ട് മാറ്റപ്പണിയൊക്കെ ആയിട്ട് കപ്പ പണിയേ ഇല്ലായിരിക്കും. ഇപ്പൊ കപ്പപ്പണിയില്ല. പിന്നെ ഇപ്പം കൊടുക്കാനാണല്ലോ സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ വേറെ മേലാദായം ഒന്നും കിട്ടാനൊന്നും ഇല്ല. അതായത് താഴെ മാത്രമേ നമുക്ക് വരുമാനമുള്ളൂ. മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഞങ്ങളെപ്പോഴുള്ള കുറച്ച് പേര് ഓട്ടോറിക്ഷയായിട്ട് ഇറങ്ങുന്നു. ഓട്ടോറിക്ഷ ഉണ്ട് നമുക്ക് ഇവിടെ 8 വണ്ടിയുണ്ട്. പക്ഷേ ചില സമയത്ത് വണ്ടിയില്ല. ഇങ്ങനെ ആൾക്കാരുടെ കഷ്ടപ്പാട് കാരണം രാവിലെ മുതൽ ഓട്ടത്തിലങ്ങ് പോകും. അവര് കൊണ്ടുവന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരണം. രണ്ടാമതൊരു വണ്ടിക്കൂലി മുടക്കാൻ ആർക്കും അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. പിന്നെ ഇവിടെ അടുത്ത് പള്ളിയും സ്കൂളും എല്ലാം ഉണ്ട്. ചേട്ടന്മാര് പറഞ്ഞിട്ടായിരുന്നു ആദ്യം നേരത്തേക്ക് 600 ഇടവക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഒക്കെ കുറഞ്ഞു വന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാലം പുരോഗമിക്കുന്നതനുസരിച്ചുള്ള ഒരുപാട് ആൾക്കാരൊക്കെ പുറത്തേക്ക് പോയി താമസിക്കുന്നു. അപ്പോൾ വിദേശത്ത് ജോലിയുള്ളവരും ഉണ്ട്, പുറത്തേക്ക് ജോലി സംബന്ധമായ കേസിന് പോയിട്ട് വന്ന് പോയി വരാനുള്ള സ്ഥല സൗകര്യവും സാഹചര്യവും വാഹനമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ റോഡുണ്ടായി പോലും ഗതാഗത സൗകര്യം ഭയങ്കര മോശമാണ്. റോഡ് ഉണ്ടെങ്കിൽ തന്നെ ഇത് സുരക്ഷിതമല്ല ഈ റോഡ്. കാരണം നന്നായിട്ടല്ല, ബാരിക്കേഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, സിഗ്നലൊന്നുമില്ല. കാരണം പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴത്തേക്കും അവർക്ക് ഈ റൂട്ട് നടത്തില്ല. പിന്നെ മഴക്കാലം കഴിഞ്ഞാൽ മഞ്ഞ് കയറി കഴിഞ്ഞാൽ റോഡ് കാണാൻ പറ്റത്തില്ല. ഒരു റിഫ്ലക്ടറോ അതുപോലെ ഒരു എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നന്നായിരുന്നു. പിന്നെ റോഡ് 34 ലക്ഷം രൂപ കോടി രൂപ അനുവദിച്ചെന്നാണ് പറയുന്നത്. ഏത് കാലം പണി വരുമെന്ന് അറിയില്ല. നന്നായിരുന്നു. പിന്നെ വെള്ളം അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്. പൈപ്പ് വെള്ളം അത് സ്വതവേ ഉറവിൽ നിന്ന് തന്നെ വെള്ളം നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ നല്ലൊരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റും കാര്യങ്ങളും മോശമായിട്ടിരിക്കുന്നത്. അതെ, അപ്പൊ അത് എന്തെങ്കിലും ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കണ്ടായിരുന്നില്ല. നമുക്ക് എവിടെ ചെന്നാലും ആൾക്കാർ പറയുന്നത് ഈ വന്യമൃഗ ശല്യമാണ്. അതെ, എല്ലായിടത്തും ഇത് തന്നെ. എല്ലായിടത്തും അതിനൊരു പുറത്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ആശ്വാസമല്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം കണ്ടവാനം കൃഷി ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടല്ലോ ഇവിടെ കൂടുതലുള്ളത്. അപ്പൊ അവരുടെ കൃഷിയും കാര്യങ്ങളൊന്നും മുറക്കി നടക്കാൻ പറ്റുന്നില്ല. നടന്നാലും ഇതാ കുഴപ്പം, ഒന്നും കിട്ടുന്നില്ല.
അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതി തന്നെ മോശമായിക്കൊണ്ടിരിക്കുക. എല്ലാം വില കൊടുത്ത് വേണ്ടേ മേടിക്കാൻ. അതെ. കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ വേറൊരു കട കാണാവേ. പക്ഷെ കട അടച്ചിട്ടാക്കുവാണ്. പഴയ രീതിയിലുള്ള തട്ടിയുള്ളൊരു കടയാണ്. ഓടൊക്കെ മേഞ്ഞേക്കുന്നൊരു കടയാണ്. അപ്പം ഇവിടെ അടുത്തൊരു CSI പള്ളിയുണ്ട്. ഒരു 173 വർഷം പഴക്കമുള്ള. 173? ആ, ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശത്തെ ആദ്യത്തെ CSI പള്ളി ഇതാ. ഈ പ്രദേശത്തെ ശരിക്കും പറഞ്ഞാൽ ഈ പള്ളി വേറൊരു സ്ഥലത്തായിരുന്നു, കണ്ണിക്കൽ എന്ന സ്ഥലത്തായിരുന്നു. അതിന് ശേഷമാണ് ഒരു ആരാധനയുള്ളതാണോ? ആ ആരാധന ഇപ്പൊ ഇവിടെ എല്ലാ ഞായറാഴ്ചക്ക് ആരാധന ഉണ്ട്. പഴയൊരു കട കിടക്കുന്നത് ഇതുണ്ട്, പഴയൊരു ലൈബ്രറിയോ കടയോ എന്തോ ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ഇത് നശിച്ച് കിടക്കുക. അപ്പം ഈ വഴിക്കാണ് നമ്മൾ സെന്റ് തോമസ് CSI ചർച്ച് പോകുന്നത്. 1853 ഈ സഭ ഇവിടെ സ്ഥാപിച്ചത്. അവിടെ BBS ഒക്കെ നടക്കുന്നുണ്ട്. BBS അത് വെക്കേഷണൽ ഇവരുടെ ക്ലാസ്സാണ്. അപ്പം ആദ്യം നമ്മൾ ചെല്ലുന്നത് ഇവിടുത്തെ സ്കൂളിലേക്കാണ്. CMS LP സ്കൂൾ. കൂടുതൽ അല്ലേ? ഈ പ്രദേശം CSI സഭക്കാരെ കൂടുതൽ. ഈ കാണുന്ന സ്കൂള്. അപ്പോൾ നമ്മൾ കണ്ണിക്കലെ സ്കൂളിൽ എത്തിയിരിക്കുക കേട്ടോ. 1907 നിർമ്മിച്ച സ്കൂളാണിത് കേട്ടോ. അപ്പോൾ ഈ സ്കൂൾ ഏകദേശം 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ സ്കൂൾ അവധിയായിട്ട് സ്കൂളൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഇവിടുത്തെ CSI ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ പള്ളി കാണാം കേട്ടോ. സെൻറ്റ് തോമസ് ചർച്ച്, CSI ചർച്ച് കണ്ണിക്കൽ. 2028 175 വർഷം പൂർത്തിയാക്കുന്ന ഒരു CSI ദേവാലയമാണ് ഇത് കേട്ടോ. അപ്പോൾ പള്ളിയിൽ BBS നടക്കുവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലോട്ടൊന്നും കയറുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണിക്കലെ സെൻറ്റ് തോമസ് CSI ചർച്ച്. പള്ളി സ്ഥിതി ചെയ്യുന്നത് പുത്തേടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ പുത്തേടിലെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുത്തേടിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.